പത്തനംതിട്ട നിറച്ച് ഫോറസ്റ്റ് റൂട്ട്, അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ആകെപ്പാടെ ആൾക്കാർ കോന്നി മറ്റേ കല്ലേരി ഫോറസ്റ്റ് റൂട്ടേ പറയുന്നുള്ളൂ. ഇവിടെ ആന ഇറങ്ങാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഡാർക്ക് ഏരിയ ആരും മരിച്ചെന്ന് പോസ്റ്റർ ക്യാമ്പരിച്ചതിനകത്ത് സ്ഥലം. പെരുന്തേനരുവി സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ലെഫ്റ്റിൽ അതാണേ. ആരെങ്കിലും ചോദിച്ചാൽ ഗൂഗിൾ മാപ്പിന്റെ ആൾക്കാരാന്ന് പറയാം. അരുവിയല്ല, ആറായത്. സിറ്റുവേഷൻ ഓക്കെ. ഇത് നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ നമ്പർ 4 ഓക്കെ. നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ നമ്പർ 5. നൈസ്. എടുത്തപ്പോഴേ വണ്ടി ഓഫായി. E20 പെട്രോളിന്റെ ആണെന്ന് തോന്നുന്നു ബ്രോ. ഗൈസ്, ഞങ്ങൾക്ക് വണ്ടി എവിടെ കൊണ്ട് നിർത്തിയാലും തന്നെ ഓഫാവും. അങ്ങോട്ട് വലിവും പോരാ. നമുക്കൊരു യന്ത്രം കണ്ടുപിടിച്ചാലോ? എന്തിന്? അതിലോട്ട് E20 ഒഴിക്കും, അതിങ്ങനെ ഫിൽട്ടർ ആയിട്ട് പ്യുവർ പെട്രോൾ മാത്രം വരുന്നത്. അതെങ്ങനെയുണ്ട് എന്റെ ഐഡിയ? മതി. 1 ലിറ്റർ ഒഴിക്കുമ്പോൾ 1/2 ലിറ്റർ പെട്രോളേ വരത്തുള്ളൂ. എന്നാലും വണ്ടിക്ക് കുഴപ്പം വരത്തില്ലല്ലോ. അതെ, വണ്ടിക്ക് കുഴപ്പം വരത്തില്ല. അതാ മൈലേജ് കുറഞ്ഞു, വണ്ടി ഓഫ് ആവുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാ. പക്ഷെ ഇതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഗുണം. നിതിൻ ഗഡ്കരിയുടെ മോന്. അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻസ് നമ്പർ 5 അല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നു, നാട്ടുകാരെ കുറിച്ച് വായി തോന്നുന്നെല്ലാം പറയുന്നു. അതെ, നേരെ പോയി അങ്ങോട്ടേലും. നേരെ ഇത് അങ്ങ് എത്തത്തില്ല ബ്രോ. നമുക്ക് എന്തെങ്കിലും മേടിച്ചാലോ? തണ്ണിമത്തം മേടിച്ചാലോ? തണ്ണിമത്തം എനിക്കത് പൊട്ടിക്കീറിച്ചിനി തിന്നണം. എനിക്ക് ഇഷ്ടമല്ല തണ്ണിമത്തം. അതെന്താ? തണ്ണിമത്തം നല്ല ടേസ്റ്റ്. വെള്ളരിക്കയുടെ ആഫ്റ്റർ ടേസ്റ്റ്. അയ്യേ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വെള്ളരിക്കയുടെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരാറുണ്ട്. തണ്ണിമത്തം ഇത് ഗോട്ടഡ് സാധനം. ഇത് ഗോട്ടഡ് ആണ്, നല്ലതാ. ഞാൻ അതിന്റെ ജ്യൂസ് കുടിക്കും. പക്ഷേ തണ്ണിമത്തന് ഒരു വെള്ളരിക്കയുടെ ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്. പിന്നെ നൊസ്റ്റാൾജിയ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് കൃഷ്ണ തുളസി. ബുദ്ധിക്കും ഉന്മേഷത്തിനും, പഠിച്ചതെല്ലാം മറന്നു പോകാൻ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ്. യെസ്. നമ്മുടെ പുതിയ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ആയി കാണും ഇത് വരുമ്പോ. അതെ, ഇൻട്രൂസീവ് തോട്ട്സ് ഒക്കെ വലിച്ചു കയറ്റി ഏതൊക്കെയോ ഒരു പൊളിഞ്ഞു കിടന്ന പാലത്തിന്റെ മണ്ടക്കൂടെ ഒക്കെ കയറി. ആ കാല് നീ കുത്തിയായിരുന്നേ കറക്റ്റ് വെള്ളത്തിൽ പോയനെ. അതെ, കാല് കുത്തിയായിരുന്നേ ഞങ്ങളെ വാരി എടുക്കായിരുന്നു. അയ്യോ, അങ്ങനെയൊക്കെ ഒരു സ്പോട്ടിൽ കൂടെ പോയൊരു വീഡിയോ വരുന്നുണ്ട്. വന്ന് കാണും, എല്ലാരും കയറി കാണുക ഇത് കാണുമ്പോൾ. അതെ, അത് കണ്ടിട്ട് ഇത് കാണുക, അല്ലെ ഇത് കണ്ടിട്ട് അത് കാണുക. എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല. കണ്ടിന്യൂറ്റി എറർ വരത്തില്ല. മാർവൽ പോലൊന്നുമല്ല. നമ്മള് ശബരിമല റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ഭക്തിയുടെ മാർഗത്തില. അതെ, എന്തായാലും നമ്മൾ ഈ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ടൈം ശബരിമല റൂട്ടാണ്. പോകുന്ന വഴിക്ക് വേറെ നല്ല സ്ഥലപ്പേരും എല്ലാം കണ്ടാൽ നമ്മൾ അങ്ങോട്ട് പോകണം. അതെ, വെളിയിലോട്ടൊന്നും ബൈക്ക് കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല മെയിൻ റോഡിൽ കൂടെ. അപ്പൊ നമ്മള് ബൈക്കിനും എല്ലാം പോവാണെങ്കിൽ സീനാ. പിന്നെ ഹൈവേ കൂടെ ഒന്നും ബൈക്ക് പലയിടത്തും കടത്തി വിടത്തില്ല. ആണോ? ഇവിടെയും കടത്തി വിടത്തില്ലല്ലോ. പലയിടത്തും എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. അതെന്തോ ബോർ പരിപാടിയാണ്. പൈസ കൊടുത്തല്ലേ ബൈക്ക് കൊടുക്കുന്നത്. വെറും ബൈക്ക് ആക്സിഡന്റ് കൂടും. സ്വന്തം ഇഷ്ടത്തിന് ആക്സിഡന്റ് ആവുന്നത്. അല്ലല്ല, അടുത്തൂടെ ഒരു വണ്ടി സ്പീഡിൽ പോകുമ്പോൾ കാറ്റടിച്ചിട്ട് വണ്ടിയൊക്കെ ഉലഞ്ഞാടും. അതൊന്നും പറഞ്ഞ കാര്യമില്ല. അതൊക്കെ അൺആക്സെപ്റ്റബിൾ. വെളിയിലൊന്നും അങ്ങനെയല്ല. അമേരിക്കയിലൊക്കെ ബൈക്കിന് ഇറങ്ങാമല്ലോ. പറ്റുമോ? മറ്റേ ജർമ്മനിയിലൊക്കെ M3 ഇറങ്ങുന്നുണ്ടല്ലോ. അവിടെ പക്ഷേ നല്ല ബൈക്കുകളുള്ള മിനിമം M3 മിനിമം സ്പീഡ് 200 km/h. എന്നിട്ട് അതിനകത്ത് ബൈക്കിനെ കയറ്റി വിടുന്നുണ്ടല്ലോ. പക്ഷെ അവിടുത്തെ ബൈക്കൊന്നും ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ അല്ലേ ലോ CC ബൈക്ക് ഇറക്കുന്നത്. അത് വേണേ CC ലിമിറ്റ് വെക്കാം. ഇത്ര CCക്ക് മണ്ടയ്ക്കുള്ള ബൈക്കുകൾ അത് വെക്കാം. ഇവിടെ അതാ മെയിൻ കാരണം അവര് പറയുന്നത്. ലോവർ CC ബൈക്ക് എടുക്കുന്നത് ശരി. നമ്മളിപ്പോ ലോവർ CC ബൈക്കാണ് നമ്മൾ വേണ്ട. നമ്മൾ ഈ വണ്ടി എന്തായാലും പുഷ് ചെയ്യാൻ പോകുന്നില്ല 60 മണ്ടയ്ക്ക്. എന്തിനു വേണ്ട? പക്ഷെ പൈസ കൊടുത്ത് ലക്ഷറി ടാക്സ് അടച്ച് വില കൂടിയ വണ്ടി എടുക്കുന്നവർക്ക് അവർക്ക് കയറ്റിവിടാം. പത്തനംതിട്ട ഒരു നോർമൽ റോഡിൽ കൂടെ പോകുമ്പോ ഇത്രയും വ്യൂ കിട്ടണമെങ്കിൽ പത്തനംതിട്ടയിൽ കൂടെ പോകണം. സത്യം. വിഷയം നൈസാണ്. അവിടൊക്കെ താമസിച്ച് എന്ത് രസമായിരിക്കും. നല്ല രസമായിരിക്കും മഴ പെയ്യുമ്പോൾ. ഇവിടെ ഒന്നും മുകളിലൊന്നും പൊട്ടത്തില്ല. മലയോര പ്രദേശം അല്ലേ ബ്രോ. എപ്പോഴെന്തുവാ എവിടാന്ന് ഒരു പിടിയില്ല. റാന്നി വെള്ളം കയറത്തില്ലെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ കിടന്ന് കുളിക്കുമല്ലായിരുന്നു. നല്ല മസാല ദോശയുടെ എന്തിന്റെ മണമാണ്. ഇതൊരു നാട്ടിൻപുറം. നമുക്ക് വേറെ ഓപ്ഷൻസ് വന്നു ശബരിമല അല്ലാതെ. അത്തിക്കയത്ത് അച്ഛൻ്റെ വീട്. ലെഫ്റ്റ് കയറാം. അത്തിക്കയത്തോ? അങ്ങോട്ടൊക്കെ ഇനിയും കാടായിരിക്കും. നമുക്ക് കഴിച്ചിട്ട് പോയാലോ? നോക്കാം ബ്രോ. നേരെ പോയ റാന്നി 12, എരുമേലി 21, കോട്ടയം 61. നമ്മുടെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ആക്കിയിരിക്കുകയാണ്. അത്തിക്കയം. അവിടെ കയമായിരിക്കും. ആ വീടൊക്കെ നൈസാ. അത്ര പൊക്കത്താണേ. അവരെങ്ങനെ കയറും? ഇയാള് കണ്ട വഴി കൂടാ പോകുന്നത്. മറ്റേ മലയുടെ അടുത്തുകൂടാ പോകുന്നത്. മലയുടെ അടിവാരത്തിൽ കൂടാ പോകുന്നത്. മലയുടെ മണ്ടയിലോട്ട് കയറാൻ പറ്റുമോ? മലയുടെ സൈഡിൽ കൂടാ പോകുന്നത്. അത് മലയല്ലേ. നമ്മുടെ റൈറ്റിൽ മലയും നമ്മൾ മലയുടെ ആ കോണിലുള്ള റോഡിൽ കൂടി ഇങ്ങനെ തെന്നി പോവാം.
അത്തിക്കയം. ഐ ലൈക്ക് ഇറ്റ്. അത്തിപ്പഴം പെറുക്കാം. അത്തിപ്പഴമല്ല, ആലിപ്പഴം. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ മാറ്റണം. ഇതുവരെ നമ്മൾ പത്തനംതിട്ടകളിൽ വ്ലോഗിൽ കാണാത്ത ഒരു റൂട്ടാണ് ഈ കാണിക്കുന്നത്. ഇടുക്കിക്ക് ബൈക്കിന് വിട്ടാലോ? നല്ലതായിരിക്കും. എനിക്ക് താല്പര്യമുണ്ട്. സമയം എടുക്കുമോ? സമയം എടുക്കുമെന്ന് വെച്ചാൽ എടുക്കും. പക്ഷേ ഈ സീറ്റ് മാറ്റണം, അല്ലെ ചന്തി പൊളി. അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിൽ എത്തിയിരിക്കുകയാണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ സ്പൾബറും. നേരെ ഓടിച്ചു കയറ്റിയാലോ റാമ്പിലോട്ട്, മറ്റേ സാൻഡ്രിയാസിനകത്തെ പോലെ സൂം കൊണ്ട് കയറി ചാടി. ഗേറ്റ് സീന, ഗേറ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഇടിച്ചങ്ങ് നിൽക്കും. നല്ല ഏരിയകളാ, നല്ല സമാധാനമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അതെ അതെ, നല്ല ശുദ്ധവായു കിട്ടും. ഇവിടുത്തെ പ്രത്യേകത നല്ല വായു, നല്ല വായു. ഫിൽട്ടേർഡ് കാറ്റ്. സമരമാണോ ഇവിടെ? സമരമാണ്. എന്തോ ഒരു വാസ്തുതർക്കമാണെന്ന് തോന്നുന്നു. മെമ്പറൊക്കെ അടിയാവൂ. മെമ്പറിന്റെ വീടാന്ന് തോന്നുന്നു റൈറ്റിൽ കാണുന്നു. പോകാൻ പറ്റുമോ? കടത്തി വിടുമോ നമ്മളെ? എന്തോ സർവേ എടുത്തോണ്ടിരിക്കുന്നു. റോഡ് പണിയാനാ? റോഡ് പണിയാനാണോ അതോ വീട്ടുകാർ റോഡിലോട്ട് കയറ്റിയാണോ മതിൽ കെട്ടിയേക്കുന്നത്? മതിൽ ഇരുത്തിയതായിരിക്കും. ഓ നല്ല സ്ഥലം, നല്ല സ്ഥലം. ഓ എത്ര പെട്ടെന്ന് സിറ്റി ലൈഫ്. വീട്ടിൽ പോയാലോ? നല്ല വീട്, മറ്റേ കലിപ്പന. നല്ലൊരു വോൾവോ. പോളോ നല്ല ചൊണ്ണി കളറ്. അത് ഓരോരുത്തരുടെ ഓരോ പ്രിഫറൻസ് ഇല്ലേ ബ്രോ? നിനക്ക് തീട്ട കളർ ഇഷ്ടമായിരിക്കും, അവൻ ആ കളർ ഇഷ്ടമാണ്. പക്ഷെ നല്ലതായിട്ട് ക്ലീൻ മോഡിഫിക്കേഷനാണ്. ഒത്തിരി ലോവറും ചെയ്തിട്ടില്ല, ഒത്തിരി പൊക്കിയിട്ടും ഇല്ല, കിറ്റും കയറ്റിയിട്ടില്ല. നല്ല സ്റ്റാൻഡേർഡ് അലോയ് വീൽസ്, ക്ലീൻ മോഡിഫിക്കേഷൻ. നമുക്കൊരു ലൈവ് ഇടുന്ന ചാനലുണ്ട്. അതിൽ നമ്മൾ വെറൈറ്റി ഗെയിം ഒക്കെ കളിക്കും. പക്ഷേ നാട്ടുകാർക്കൊന്നും കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പെസ്സാ കളിക്കുന്നത്. ഇപ്പൊ നമ്മൾ പെസ്സാ കളിക്കുന്നത്. വണ്ടി കണ്ണോ കോപ്പോ കളിക്കാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് വരിക. മെയിൻലി കോപ്പ്, ചിറ്റാറ്, പെരുന്തേനരുവി. നേരെ അവിടെ കയറാൻ പറ്റും തോന്നുന്നു. കയറാൻ പറ്റും, വഴിയുണ്ട്. പോയാലോ? പോവാം. അപ്പൊ ഞങ്ങൾ നേരെ ഒരു മല കണ്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ കണ്ടോന്ന് ഞാൻ കരുതില്ല. അങ്ങോട്ട് പോവാം. നമ്മളൊരു ഫോറസ്റ്റ് പോലൊരു ഏരിയയിലെത്തി അല്ലേ? നല്ല സ്ഥലം. അതാ പറഞ്ഞ ഒരു ഫോറസ്റ്റ് റൂട്ട് ഏരിയ പോലെ എത്തി. ബ്രോ എപ്പോട്ട് പോയി എവിടെ ചെല്ലും? വസ്തു വിൽപ്പനയ്ക്ക്. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 8 സെന്റ് സ്ഥലവും വീടും. ഡാർക്ക് ഏരിയ. ആരും മരിച്ചെന്ന് പോസ്റ്റർ അപരിചിതനകത്ത സ്ഥലം. അതെ അതെ, അപരിചിതനോ? അതേ സിനിമ മമ്മൂട്ടിയുടെ. മമ്മൂട്ടി പ്രേതമായിട്ട് വരുന്നത്. പെട്ടെന്നൊരു ഫോറസ്റ്റ് ഏരിയ കയറി. നല്ല തണുപ്പ്, നല്ല തണുപ്പ്, നല്ല ശുദ്ധവായു. ശരീരം അങ്ങ് ഹെൽത്തി ആയി പോകുന്നു. നമ്മളുടെ ലൈഫിൽ ചിലപ്പോൾ വരാത്ത വഴിയായത്. റാൻഡമായിട്ട് ഓരോ വഴി കൂടെ കയറി വരുന്നുണ്ടോ? അതാണ് ഈ കൊച്ചിന്റെ എല്ലായിടത്തും ഇത് വെച്ചിട്ടുണ്ടല്ലോ ഫ്ലെക്സ്. LSS കിട്ടിയോ? LSS എനിക്കും കിട്ടിയതാ, വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് LSS USS കിട്ടിയതാ. എന്നിട്ട് ഇയാളെന്താ പോകാൻ? ഞാൻ നവോദയ വേറെ എക്സാം. ഓ പിന്നെ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കയറിയിരിക്കുകയാണ്. കാട്, വീട്, പിന്നെയും കാട്. അതെ, അതാണ് പത്തനംതിട്ട. പത്തനംതിട്ട ഒരു സംഭവമാണ്. ഇറ്റ്സ് എ അമേസിംഗ് പ്ലേസ്. എന്തൊക്കെ പറഞ്ഞാലും പത്തനംതിട്ടയെ കൂടെ ഓടിക്കുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അല്ല, വയനാട്ടിലും മറ്റേ ഇടുക്കിയിലൊക്കെ നല്ല കാടില്ലേ? അപ്പൊ അവിടെ ഇതിലും നല്ല രസമായിരിക്കും. ആവാം. പക്ഷെ കാടും വീടും നാടും കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ അത് പത്തനംതിട്ട. പക്ഷേ ഇവിടെ ആന ഇറങ്ങാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. വാട്ടർ ക്രോസിംഗ്, വെള്ളം കൈ കൊണ്ട് എടുക്കായിരുന്നു. വാട്ടർ ക്രോസിംഗ് റാന്നിയുടെ ഏതോ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ആനയെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നൊരു ആനയെ കണ്ടാലോ? ആന നമ്മളെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് എന്തോ ചെയ്യും? നമ്മൾ കാട്ടിൽ കൂടെ വണ്ടി ഓടിക്കും. അടുത്ത വാട്ടർ ക്രോസിംഗ് നല്ല തണുത്ത വെള്ളം, നല്ല തണുത്ത അന്തരീക്ഷം. അതെ, മൈൻഡ് റീഫ്രഷ് ആയി. ഓക്സിജൻ. അടുത്ത വാട്ടർ ക്രോസിംഗ് ഇതാ പെരുന്തേനരുവി വാട്ടർഫോൾസ്. എനിക്ക് ആരും ഇങ്ങനെ ഈ വഴി വീഡിയോ ഇട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്തനംതിട്ട നിറച്ച് ഫോറസ്റ്റ് റൂട്ട്, അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ആകെപ്പാടെ ആൾക്കാർ കോന്നി, മറ്റേ കല്ലേരി ഫോറസ്റ്റ് റൂട്ടേ പറയുന്നുള്ളൂ. ഇതൊക്കെ എന്ത് നല്ല രസമുണ്ട്. എക്സ്ട്രീം ഓഫ് റോഡോ അത്രയും ഡേഞ്ചറസോ അല്ലെങ്കിലും ഇങ്ങനെ കിടന്ന റോഡ് അവിടുത്തെ കല്ലേലി. അതെ, ഇങ്ങനെ റോഡാണ്. ആനയൊക്കെ ഇറങ്ങി ഇടിഞ്ഞു പോയത്. പെരുന്തേനരുവി. ഇതെന്താ ഇത്? ലെഫ്റ്റിലോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി. എന്താ പെരുന്തേനരുവി സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. ലെഫ്റ്റിൽ അതാണേ, നമ്മുടെ റൈറ്റിലോട്ടാകും. നമ്മള് പെരുന്തേനരുവി സ്മോൾ ഹൈഡ്രോ വാട്ടർ പ്രൊജക്ടിന്റെ അവിടെ നിന്ന് ഡയറക്റ്റ് പൊക്കോണ്ടിരിക്കുക. മിക്കവാറും നേരെ ചെന്ന് ടൗണിൽ വല്ലതും ആയിരിക്കും ചാടുന്നത്. ചിലപ്പം ടൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊരു കാടായിരിക്കും. അതെ, പറയാനൊക്കത്തില്ല. ചുമ്മാ നല്ല കാട് വന്നേ. അതെന്താ? നോർമലി ഡാമൊക്കെ വരുന്നത് കാട് ഏരിയയുടെ അടുത്തല്ലേ?
അങ്ങനൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഡാം അല്ലല്ലോ അതിന്. ഇതുണ്ട് ടപ്പിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. അതുപോലെ ഒരു വാട്ടർ പ്രൊജക്ട് അല്ലേ ഇത്? അങ്ങോട്ട് എങ്ങോട്ട് പോകുന്ന വഴി അങ്ങോട്ടാ? അല്ല ഇത് എങ്ങോട്ടുള്ള വഴിയാ? വെച്ചുച്ചിറ ആ വഴി. അത് വെച്ചുച്ചിറ പോകുന്ന വഴി. അതോ? വെച്ചുച്ചിറ കാട് വരിക നേരെ നേരെ എനിക്കറിയത്തില്ല. അത് ചോദിക്കണ്ടായിരുന്നു. ഇവരുള്ളവരല്ല ചേട്ടാ. നേരെ പോയാലും എങ്ങോട്ടാ? വനമല്ലേ? ഇങ്ങോട്ട് പോയാ വെച്ചുച്ചിറ. ആ അങ്ങോട്ട് പോ. നേരെ പോയ വനം. വനത്തിൽ കൂടെ പോയിട്ട് എവിടെ ചെല്ലുന്നെന്ന് ചോദിച്ചില്ലല്ലോ. എവിടെ ചെല്ലുന്നെന്ന് ചോദിച്ചില്ലല്ലോ. എന്ത് ചെല്ലുന്നേ? വനത്തിൽ കൂടെ. അങ്ങോട്ട് വനമാടാ. നമ്മളിപ്പോ ഒരു ഡാമിൽ കൂടാ പോന്നെ. എടാ സൈഡ് ലെഫ്റ്റ് വന്നെടുത്തേ. ലെഫ്റ്റ് എടുത്തേ. ഓ പോലീസ് പിടിക്കുവോ? പോലീസ് പിടിക്കുന്ന എന്തിനാ? ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണല്ലോ. വെച്ചുച്ചിറ ഭയങ്കര കാടാ. അവിടെ ഒരു പോളിടെക്നിക് ഒക്കെ ഇല്ലയോ? ഇവിടെയൊക്കെ ഇതുണ്ട് കേട്ടോ. അയ്യോ എങ്ങോട്ടാ? ഈ പട്ടിക്കാട്ടി വെച്ചല്ല പെട്രോളും തീർന്നാ അതുമായി. അങ്ങോട്ട് ഈസ്റ്റാ കേട്ടോ. നമ്മള് സൗത്ത് ഈസ്റ്റിലോട്ടാ പോകുന്നത്. സൗത്ത് ഈസ്റ്റ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഏതോ കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. 2 ചിക്സ് നിന്ന് സൗന്ദര്യ പ്രകൃതി ആസ്വദിക്കുന്നു. ആരെങ്കിലും ചോദിച്ചാ ഗൂഗിൾ മാപ്പിന്റെ ആൾക്കാരാന്ന് പറയാം. ആ സർവേക്ക് വന്നാന്ന് പറയും. നമ്മളപ്പോൾ ലോക്കൽസിനെ ഫോളോ ചെയ്തങ്ങ് പോവുക. തിരിച്ച് പത്തനംതിട്ട ചെല്ലാൻ പറ്റുമെന്നാണ് വിശ്വാസം. ചെന്നില്ലെങ്കിൽ മാപ്പ് യൂസ് ചെയ്യാത്തതാണ് ഇത്രയും വിഷയമായത്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരാൻ കാരണം അതാ. പക്ഷേ മാപ്പില്ലാതെ പോകുന്നതല്ലേ രസം. നമ്മൾ പിന്നെയും ഒരു ഫോറസ്റ്റ് റൂട്ടിലോട്ടാണ് ചെന്ന് കയറുന്നതെന്ന് തോന്നുന്നു. അരുവിയല്ല ആറായത്. നല്ല വഴിക്കല് കാണും. നല്ല ആഴമുണ്ട്. നോക്ക് നീ സൈഡിൽ നിന്ന് നോക്ക്. സൈഡ് വ്യൂ നോക്ക്. നല്ല കുത്തനെയുള്ള കയറ്റം. ചുട്ടിപ്പാറ ഒരു വലിയ പാറയാണ്. ആ പാറക്കകത്ത് മൊത്തം വെള്ളമാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു പത്തനംതിട്ട. പണ്ട് ബ്രിട്ടീഷുകാര് പൊളിച്ചോണ്ട് പോകാൻ നോക്കിയതാ ചുട്ടിപ്പാറ. പൊളിച്ചോണ്ട് പോകാനോ? ആ ഇംഗ്ലണ്ടിലൊന്നും ഇങ്ങനത്തെ പാറയൊന്നും ഇല്ല. അവര് പൊളിച്ചിട്ട് അവിടെ കൊണ്ട് വെക്കാനും ഉദ്ദേശിക്കുമായിരുന്നു. ഒരു സൈഡിൽ നിന്ന് പൊളിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ യുദ്ധം ചെയ്തത്. അവരുടെ ചുട്ടിപ്പാറ യുദ്ധം. റാന്നി ഉന്നം വെച്ച് പൊക്കോണ്ടിരിക്കുക. കടച്ചത്തോട്ടം. കടച്ചക്കയല്ല കൈതച്ചക്ക. കടച്ചത്തോട്ടം പറയും. കൈതച്ചക്ക എന്നാ പറയുന്നത്. കടച്ചക്കയെന്നും പറയും. കൈതച്ചക്കയെന്നും പറയും. കൈതച്ചക്കയത് നിങ്ങളുടെ കൈ കൈതച്ചക്കയാണ് അതിന്റെ മിതമായ അതിന്റെ നാമം. അവിടൊക്കെ ഒരു 16 ഡിഗ്രി ആയിരിക്കും. അല്ല 20 ഡിഗ്രി തണുപ്പുണ്ട്. ഒരു 20 ഡിഗ്രിയുടെ തണുപ്പുണ്ട്. ശരിയാ. കോടയുണ്ട്. കോട വന്നു. കാട്ടുതീ വല്ലോ വന്നു. കാട്ടുതീ വല്ലോ വന്നു. There is a situation is നമ്മൾ പോകുമ്പോ തലയിലെങ്ങനെ വീണായിരുന്നെങ്കിൽ. ചേട്ടനത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല മുളയല്ലേ? നല്ല തണുപ്പ്. ഈ മുളയുടെ ഞാൻ തോന്നുന്നു തണുപ്പ്. ഒടിഞ്ഞ് വീഴുന്നത് വരെ ഉള്ളു നല്ലത്. ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ. ഇവിടെ കണ്ട് പരിചയമുള്ള സ്ഥലം. എവിടെ ഇത്? ഇതിന് എങ്ങോട്ടാ? ഇത് മറ്റേ വൺ വേ അല്ലേ? ജോഗ്രഫി അനുസരിച്ച് ലെഫ്റ്റ് അല്ലേ? ഗൈസ് സക്സസ്ഫുള്ളി റാന്നി എത്തിയിരിക്കുകയാണ്. റാന്നി പിന്നെ നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. എടുത്തങ്ങ് വെക്കുക. മര്യാദ. ഇത് മറ്റേ ലെഫ്റ്റിൽ കൂടെ പോകുന്ന വഴിയാണെന്ന് തോന്നല്ലോ. ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന വഴിയല്ലേ അത്? എല്ലാം അറിയാം ബ്രോ. അതെന്റെ ചൈൽഡ്ഹുഡ് എന്റെ മെമ്മറി ഇങ്ങനെ കിക്ക് ചെയ്തു. അവിടെ നിന്ന് ലെഫ്റ്റിലത്തെ കടയിൽ നിന്നാണ് വളം മേടിക്കുന്നത്. വളം റെയർ ആയിട്ടുള്ള വാക്കുകൾ ഇതൊക്കെയാണ് കേൾക്കുന്നത്. അനുഗ്രഹന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് അധികം പറയാറില്ല. പറയുവാണെങ്കിൽ നമ്മൾ സെൻസർ ചെയ്ത് കളയേണ്ടി വരും. നോർമലായിട്ടുള്ള കുറെ ഓർമ്മകളൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇതെന്ത് പടയത്? എവിടെയാണ് കയറ്റി വെച്ചേക്കുന്നത്? അച്ഛൻ്റെ വകയാണ് ഇതിൻ്റെ റോഡ്. ഇവിടെ എവിടെയും നല്ല ഫുഡ് കിട്ടുന്ന കടയുണ്ട്. അതറിയത്തില്ല.
റൈഡേഴ്സാ ബ്രോ. ആ അടിപൊളി. അങ്ങനെ നമ്മൾ റാന്നി പാലം എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ 2015 ജനിച്ച പിള്ളേരായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം അല്ലേ?